ഭാരതത്തിൽ ആഘോഷിക്കപ്പെടുന്ന അനവധി ഉത്സവങ്ങളിൽ മഹാശിവരാത്രി മഹോത്സവത്തിന് പ്രത്യേകമായ ആത്മീയ വൈശിഷ്ട്യമുണ്ട്. വളരെ ഭക്തിയോടെയാണ് ആളുകൾ ശിവരാത്രി ആചരിക്കാറുള്ളത്. ശിവരാത്രിയുടെ ആത്മീയ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി ആചരിക്കുന്നതാണ് ഉത്തമം. ശിവന്റെ രാത്രിയാണ് ശിവരാത്രി. രാത്രി എന്നാൽ ഇരുട്ട്. മൂല്യങ്ങളും ഗുണങ്ങളും നഷ്ടപ്പെട്ട മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥയാണ് ഈ അന്ധകാരം, ഇരുട്ട്. ആത്മീയ മൂല്യങ്ങളെ തീർത്തും അവഗണിക്കുന്ന കാഴ്ചകളാണ് ഇന്ന് നമുക്ക് കൂടുതലും കാണാനാവുന്നത്. വികാരങ്ങളാൽ മനസ്സുകൾ പതിതമായിരിക്കുന്നു. പുരാണങ്ങളിൽ ഈ സമയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ധർമ്മഗ്ലാനിയുടെ സമയമെന്നാണ്. ഈ അവസ്ഥ ഇനി എത്ര കാലം തുടരും? ആരാണിതിനൊരു പരിഹാരം കണ്ടെത്തുക? ലോകത്തിൽ സമാധാനം വീണ്ടെടുക്കുക? ഈ കർത്തവ്യം ഒരു മനുഷ്യനാൽ അപ്രാപ്യമാണ്. ഒരേ ഒരു സർവീശ്വരന് മാത്രമേ ഈ കർത്തവ്യം നിറവേറ്റാനാകൂ. പരമാത്മാ ശിവഭഗവാനു മാത്രം. ശിവൻ എന്നാൽ സർവമംഗളകാരി, സാകാര രൂപമോ ശരീരമോ ഇല്ലാത്ത ദിവ്യ ജ്യോതിസ്, സർവശക്തിവാൻ, മനുഷ്യ നേത്രങ്ങൾക്ക് ദർശിക്കാൻ കഴിയാത്തവണ്ണം സൂക്ഷ്മാതിസൂക്ഷ്മം. പരമാത്മാ ശിവൻ മനുഷ്യ സൃഷ്ടിവൃക്ഷത്തിൻ്റെ ബീജവും രചയിതാവുമാണ്. ജ്യോതിർലിംഗം അഥവാ ശിവലിംഗം പ്രതിനിധാനം ചെയ്യുന്നത് സ്വയം പ്രകാശിക്കുന്ന ജ്യോതിസ്വരൂപനായ ശിവഭഗവാനെയാണ്. വേദനകളുടെയും ഭയാശങ്കകളുടെയും തമസ്സിലാഴ്ന്നുപോയ മനുഷ്യർ ഏതൊരു സർവീശ്വരനെയാണോ പല നാമങ്ങളിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഭഗവാൻ ഭൂമുഖത്തു നിന്നും ദുഃഖവും അശാന്തിയും ഉന്മൂലനം ചെയ്യാൻ അവതരിച്ചിരിക്കുന്നു എന്നതാണ് ശിവരാത്രി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആ പരമാത്മാവിൻ്റെ ഓർമ്മയിലൂടെ മാത്രമാണ് ഓരോ മാനവനിലും സ്ഥായിയായ ശാന്തിയും സന്തോഷവും നിറയുന്നത്. ഇതിനെയാണ് രാജയോഗം എന്ന് പറയുന്നത്. ഈശ്വരനെ അറിയുന്നതിന് ഉപവസിക്കണം. ഉപവാസം എന്നാൽ കൂടെയിരിക്കുക, മനസ്സും ബുദ്ധിയും കൊണ്ട് ഒപ്പമുണ്ടായിരിക്കുക. പിന്നെ ആഹാരം ത്യജിക്കണം, അതായത് അശുദ്ധിയെ വർജിക്കണം. തുടർന്ന് ജാഗരണം, അതായത് ഉണർന്നിരിക്കണം. വികാരങ്ങളുടെയോ അപവിത്രതയുടെയോ അംശം പോലും തന്നിലേക്ക് പ്രവേശിക്കുന്നില്ലെന്ന് ജാഗ്രതയോടിരിക്കണം. വാക്കുകളിൽ ശുദ്ധി പാലിക്കണം. ആർക്കും വേദനയോ ദുഃഖമോ നൽകുന്ന കർമ്മങ്ങൾ ഉണ്ടാകാതിരിക്കണം. ഇതാണ് ശരിയായ ശിവരാത്രി വ്രതം. ഏവർക്കും മഹാശിവരാത്രിയുടെ ആശംസകൾ.